വിലക്കപ്പെട്ട പ്രണയം ഭാഗം 31. ഇന്ന് ഉച്ചനേരത്ത് പോയതുകൊണ്ട് തന്നെ എബി നല്ല രീതിയിൽ വൈകിയാണ് വന്നത്. സമയം രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞപ്പോഴാണ് അവൻ വീട്ടിലേക്ക് വന്നത്. ആമി അപ്പോഴും പതിവ് പോലെ ജനലൊക്കെ തുറന്നിട്ട് പാട്ടും കേട്ട് പഠിത്തവും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എബിയുടെ കാറ് വന്നപ്പോൾ തന്നെ അവനാണ് വന്നിരിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായതാണ്. എബിൻ സാർ വരുമ്പോൾ ആൾക്ക് വാതിൽ തുറന്നു കൊടുക്കണം എന്ന് മുത്തശ്ശി പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് കിടന്നത്. ആമി താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് എബിയുടെ നമ്പറിൽ നിന്ന് കോള് വന്നിരുന്നു. അതെടുക്കാൻ നിൽക്കാതെ തന്നെ ആമി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. സോറി, തൻ്റെ ഉറക്കം ഞാൻ തടസ്സപ്പെടുത്തിയല്ലേ? അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എബി അവളോട് ആദ്യം പറഞ്ഞത് അതാണ്. ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഓക്കെ, താൻ പോയി കിടന്നോളൂ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് വന്നോളാം. എബി പറഞ്ഞതും ആമി തലയാട്ടിക്കൊണ്ട് തിരികെ മുകളിലേക്ക് നടന്നു. താഴെ അടുക്കളയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് എബിയും നേരെ മുകളിലേക്ക് നടന്നു. ബാൽക്കണിയിൽ പാട്ടൊക്കെ കേട്ട് ചന്ദ്രനെയും നോക്കിയിരിക്കുന്ന സമയത്ത് എബി മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അവയിൽ കൂടുതലും നിറഞ്ഞു നിന്നിരുന്നത് ആമിയുടെ ജീവിതം തന്നെയായിരുന്നു. ശരിക്കും എന്തിനായിരിക്കും ഹരിഹരനെ പോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്? എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയുള്ള ആളായിരുന്നെങ്കിൽ അങ്ങനെ സ്വഭാവം കണ്ടിട്ട് വിവാഹം കഴിച്ചതാണ് എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ആമി ഇത്രയൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്വഭാവം എന്ന് എടുത്തു പറയാൻ വേണ്ടി അയാൾക്കൊരു കാരണം പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്ത് കാര്യം കൊണ്ടായിരിക്കും ആമി അയാളെ വിവാഹം കഴിച്ചത് എന്ന ചിന്തയായിരുന്നു എബിയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. ഇനി സ്വത്തിന് വേണ്ടി എങ്ങാനും ആയിരുന്നോ എന്നും എബി ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ ആമിയുടെ ഒരു ചിന്താഗതിയും പെരുമാറ്റവും സ്വഭാവവും ഒക്കെ വെച്ച് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും മോശപ്പെട്ടൊരു തീരുമാനം എടുക്കില്ല എന്നവൻ്റെ മനസ്സ് തന്നെ തിരികെ പറഞ്ഞു. ഒരുപക്ഷെ ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, നാടകങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടാകും എന്ന് എബി ഒരു നിമിഷം ആലോചിച്ചു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും പതിയെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അന്നങ്ങനെ എബിയും ആമിയും ഇരുന്ന് ഒരുപാട് സംസാരിച്ചുവെങ്കിലും പിന്നീട് അത് തുടർന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കാൻ രണ്ടുപേർക്കും സമയം ഒത്തു വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കഥ അവിടെ വെച്ച് നിർത്തിയിരിക്കുവാണ്. പുതിയ ഓഫീസിന്റെ പണി എത്രയും വേഗം തീർക്കണം എന്നൊരു തിരക്കിൽ പെട്ടതുകൊണ്ട് തന്നെ എബിക്ക് രാവും പകലും ഇല്ലാത്ത തിരക്കിൽ തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് മുത്തശ്ശിയുടെ തലയിലെ സ്റ്റിച്ചെല്ലാം എടുത്തു. എങ്കിലും പൂർണ്ണമായി മുറിവ് ഭേദമാകുന്നത് വരെ ആമിയുടെ പ്രത്യേക പരിചരണത്തിൽ തന്നെയാണ് മുത്തശ്ശി ഇപ്പോഴും. അങ്ങനെ നീണ്ട ഒരു മാസത്തെ രാപ്പകലില്ലാത്ത പരിശ്രമത്തിനൊടുവിൽ ഇന്നാണ് എബിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം. അതിന് പോകാൻ വേണ്ടി എല്ലാവരും രാവിലെ തന്നെ ഒരുങ്ങുകയാണ്. കാലത്ത് തന്നെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എല്ലാവരും. കൃത്യം 10 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്. വലിയ ഏതെങ്കിലും സെലിബ്രിറ്റിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള സാമ്പത്തികമൊക്കെ അവർക്കുണ്ട്. എങ്കിലും മുത്തശ്ശി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം എബിക്കുണ്ടായിരുന്നു. മുത്തശ്ശിയും ചെറിയ മമ്മിയും തകൃതിയായി അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ മുതൽ മുത്തശ്ശി ആമിയോടും കൂടി ഉദ്ഘാടനത്തിന് വേണ്ടി വരാൻ പറയുന്നുണ്ട്. എങ്കിലും അവൾ അതിന് ശക്തമായി തന്നെ എതിർത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിലും തന്നെ പോലെ ഒരാൾ ആ പരിപാടിയിൽ പോയി വെറുതെ നോക്കുകുത്തിയായി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവൾക്ക് തന്നെ സ്വയം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന് പോകേണ്ട ആവശ്യമില്ല എന്നവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ തന്നെ ഓഫീസിലേക്ക് പോയിരുന്ന എബി മുത്തശ്ശിയെ ഒക്കെ കൊണ്ടുപോകാനായി തിരികെ വീട്ടിലേക്ക് വന്നു. അവൻ വന്നപ്പോൾ തന്നെ മുത്തശ്ശിയും ചെറിയ മമ്മിയും മാത്രം ഒരുങ്ങി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ മുഖം ചുളിഞ്ഞു. ശിവാമി ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അവൾ വരുന്നില്ലെന്നാണ് പറയുന്നത് എബിക്കുട്ട. മുത്തശ്ശി അവൻ ചോദിച്ചതും വിഷമത്തോടെ പറഞ്ഞു. അതിൽ നിന്ന് തന്നെ മുത്തശ്ശിക്ക് അവളെ കൂടെ കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് എബിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു തന്നതായിരുന്നല്ലോ. എല്ലാവരും ഇപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുമായിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നിട്ട് അയാൾ എവിടെ? മുകളിലുണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നിങ്ങളെന്തായാലും പോകാനായിട്ട് കാറിലേക്ക് കയറിയിരുന്നോളൂ. ഞാൻ അയാളുമായിട്ട് ഇപ്പോൾ തന്നെ വരാം. എബി പറഞ്ഞുകൊണ്ട് നേരെ മുകളിലേക്ക് പോയി. അവൻ്റെ ഈ ചെയ്തികളെല്ലാം മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെയാണ് നോക്കിക്കണ്ടത്. ആമിക്കും എബിക്കും ഇടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന ചിന്തയായിരുന്നു മുത്തശ്ശിയിൽ. പക്ഷേ ഗ്രേസിയുടെ മനസ്സിൽ ഒന്നാകെ പല വിചാരങ്ങൾ കലങ്ങി മറിയുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു തന്നില്ല. ഇപ്പോൾ എന്തായി? എബി അവളുടെ പുറകെ പോകുന്നത് കണ്ടോ? അവൻ മുകളിലേക്കുള്ള പടികൾ കയറി കഴിഞ്ഞതും ഗ്രേസി അല്പം ദേഷ്യത്തിൽ തന്നെ മുത്തശ്ശിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനിപ്പോൾ എന്താ? ആമി വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അവൻ വിളിച്ചാൽ ചിലപ്പോൾ അവൾ വരും. ഗ്രേസി പറഞ്ഞതിനെ പാടെ അവഗണിച്ചുകൊണ്ട് മുത്തശ്ശി ആവേശത്തോടെ പറഞ്ഞു. ഗ്രേസി ആണെങ്കിൽ ദേഷ്യത്തോടെ നോക്കി മുഖം തിരിച്ചു കളഞ്ഞു. എബി മുകളിലേക്ക് കയറി ചെന്നപ്പോൾ ആമിയുടെ മുറിയുടെ കതക് അടച്ചിട്ടിരിക്കുമായിരുന്നു. ശിവാമി! എബി അവളുടെ വാതിലിൽ തട്ടി വിളിച്ചു. അടുത്ത നിമിഷം തന്നെ ആമി വന്ന് വാതിൽ തുറന്നിരുന്നു. അവൾ എബി എന്താണ് ഇവിടെ എന്ന രീതിയിൽ അവനെ അത്ഭുതത്തോടെ നോക്കി. സാറ് പോയില്ലേ? താനെന്താ വരാത്തത്? എല്ലാവരോടും വരാൻ പറഞ്ഞതല്ലേ? ഡ്രസ്സ് അടക്കം എടുത്തു തന്നതാണ് ഞാൻ. എന്നിട്ടും എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു എബി അവളോട് അത് ചോദിച്ചത്. അത് പിന്നെ ഞാൻ വന്നാൽ ശരിയാവില്ല സാർ. ഞാൻ വരുന്നില്ല.
പ്രത്യേകിച്ച് പറയാൻ ന്യായങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആമി വരുന്നില്ലെന്ന് തീർത്ത് പറഞ്ഞു. അതെങ്ങനെ ശരിയാവാനാണ്? താനും കൂടി വരണമെന്ന് കരുതിയല്ലേ ഞാൻ തനിക്കൊക്കെ ഡ്രസ്സ് എടുത്തു തന്നത്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകാനാണ്? തൻ്റെ ഈ ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. വേഗം റെഡിയായിട്ട് എൻ്റെ കൂടെ ഇറങ്ങാൻ നോക്ക്. അവളുടെ മറുപടിയും ന്യായങ്ങളും ഒന്നും ചെവി കൊള്ളാത്ത രീതിയിൽ എബി തീർത്ത് പറഞ്ഞിരുന്നു. എൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരി ആയിട്ടല്ല ഞാൻ തന്നെ വിളിക്കുന്നത്, ആസ് എ ഫ്രണ്ട്. തനിക്ക് എൻ്റെ ഓഫീസിൽ ഇനോഗ്രേഷന് വന്നൂടെ? എബി പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുന്നേ അതും കൂടി കൂട്ടിച്ചേർത്തു. അതുകൂടി കേട്ടതും അവൾക്ക് മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആമി വരാമെന്ന് സമ്മതിച്ചു. ആമി ഒരുങ്ങിയിറങ്ങുന്നത് വരെ എബിയും എല്ലാവരും അവളെ കാത്തിരുന്നു. ചെറിയ മമ്മി ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കുറ്റങ്ങളിരുന്ന് പിറുപിറുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം എബിയും മുത്തശ്ശിയും കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ നടിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും എബി വാങ്ങിക്കൊടുത്തൊരു കുർത്തിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായി തന്നെ ആമി ഒരുങ്ങിയിറങ്ങി. മാലയൊന്നും ഇട്ടിട്ടില്ലേ ആമി നീ? ഇറങ്ങി വന്നപ്പോൾ തന്നെ അവളുടെ ഒഴിഞ്ഞ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. ആകെ കാതിലൊരു കുഞ്ഞു കമ്മലാണ് ഇട്ടിട്ടുള്ളത്. കഴുത്തും കൈയും എല്ലാം വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ കാലിൽ സ്വർണ്ണക്കൊലുസുണ്ട്. അത് അവൾക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അതുകൊണ്ട് അതങ്ങനെ ഊരി വെക്കാറില്ല. മാലയൊന്നും വേണ്ട മുത്തശ്ശി, എനിക്കതിഷ്ടമല്ല. ഏയ്, അത് പറഞ്ഞാൽ ശരിയാവില്ല. ഈ ഡ്രസ്സിൻ്റെ കൂടെ മാലയിട്ടില്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്തതുപോലെ. പോയി നീ മുൻപിടാറുണ്ടായിരുന്ന ആ മാല എടുത്തിട്ടെ. മുത്തശ്ശി തീർത്ത് പറഞ്ഞതും ആമി മുകളിലേക്ക് പോയി മാല എടുത്തു. അതിലിപ്പോഴും താലി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത്. താലി മാറ്റിവെച്ച് ഉപയോഗിക്കാം, പക്ഷേ എന്തോ അത് ഉപയോഗിക്കാൻ തോന്നാറില്ല എന്നതാണ് സത്യം. ജോലി ചെയ്ത് പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മറ്റൊരു മാല വാങ്ങണം എന്ന് മനസ്സിൽ കരുതിയിരുന്നു. ആമി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മാലയിലെ താലി മാത്രം ഊരി മാറ്റി മാലയെടുത്ത് കഴുത്തിലേക്കിട്ടു. താഴേക്കിറങ്ങി വന്നു. ഇപ്പോൾ സുന്ദരിയായ എൻ്റെ കുട്ടി. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി. കൂടെ തന്നെ എല്ലാവരും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ആമിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. അത്ര വലിയ കെട്ടിടമാണ് അവൻ ഓഫീസാക്കി മാറ്റിയിരിക്കുന്നത്. എബി മുത്തശ്ശിയെ കൂട്ടി ഓരോന്നൊക്കെ അവൻ മുത്തശ്ശിക്കും ചെറിയ മമ്മിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആമിയും അതിന് തൊട്ടു പിന്നാലെ നടന്നു. എബി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഓഫീസിലുള്ള 1-2 പേര് അവൻ്റെ അടുത്തേക്ക് വന്നു. ദാ മാമേ, ഇതാണ് സുഹൈൽ, ഇവിടുത്തെ HR മാനേജറാണ്. ഇത് ഫൈസൽ, ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറാണ്. ഇവരാണ് ഈ ഓഫീസിലെ എൻ്റെ ഇടവും വലവും നിൽക്കാൻ പോകുന്നവർ. അവരെ 2 പേരെയും എബി മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ അമ്മാമ്മയാണ്, ത്രേസ്യ. ഇത് അമ്മമ്മയുടെ അനിയത്തി ഗ്രേസി. ആൻഡ് ആമിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നോക്കുമ്പോഴാണ് അവളെ അടുത്തൊന്നും കാണുന്നില്ല എന്നെബി മനസ്സിലാക്കിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരുടെയും പിന്നിലായി ഒരരികിലേക്ക് നീങ്ങി നിൽക്കുവാണ് അവൾ. എടോ, ഇങ്ങോട്ട് വാ. എബി തിരിഞ്ഞു നിന്ന് ആമിയെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. മടിച്ചാണെങ്കിലും ആമി അവരുടെ അടുത്തേക്ക് വന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ് ശിവാമി. അവളെയും അവൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ അവൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മുത്തശ്ശിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം വീട്ടിലെ ജോലിക്കാരിയാണെന്ന് പറയുമ്പോൾ അവളെ അത്രയും താഴ്ന്ന രീതിയിലല്ലേ അവരൊക്കെ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത് നന്നായി എന്ന് തന്നെ കരുതി മുത്തശ്ശി. പക്ഷേ അത് കേട്ടിട്ട് അതത്ര സുഖകരമായി തോന്നാത്ത ഒരാളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ആമിയെ കൂടെ കൂട്ടിയത് ചെറിയ മമ്മിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് എബി അവളെ തൻ്റെ കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഓഫീസിലുള്ളവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൂടി ആയതും അവരുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു വന്നു. അത്യാവശ്യം ആ ഓഫീസിൻ്റെ എല്ലാ മുക്കും മൂലയിലും എബി മുത്തശ്ശിയെയും ചെറിയ മമ്മിയെയും ആമിയെയും ഒക്കെ കൊണ്ടുപോയി നടന്ന് ഓരോന്നൊക്കെ പറഞ്ഞും കാണിച്ചും ഒക്കെ കൊടുത്തു. ചെറിയ രീതിയിൽ അവിടെയുള്ള സ്റ്റാഫിനും മറ്റുള്ളവർക്കും ഒക്കെയായി അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഹാളിൽ ഭക്ഷണവും മറ്റുമൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. മുത്തശ്ശിയും ചെറിയ മമ്മിയും ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ടേക്കിരുന്നു. ആമിക്കിപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിന്നു. താനെങ്കിലും വാ, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ തനിക്ക് കാണിച്ചു തരാം. മുത്തശ്ശിയും ചെറിയ മമ്മിയും ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് എബി ആമിയെ കൂടെ വിളിച്ചു. അവൾ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് എബി അവളെ തൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് പോയത്. മുത്തശ്ശിക്ക് അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവർ 2 പേരും ഇങ്ങനെ പോയതിനെക്കുറിച്ച് ഗ്രേസി എന്തെങ്കിലും തന്നോട് പറയാതിരിക്കില്ലെന്ന് മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ആദ്യം തന്നെ മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു. അവനൊരു വലിയ മുറിയിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ ഇവരുടെ കുറേ പ്രോഡക്ട്സ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ആമി കണ്ടു. ഒട്ടുമിക്ക പ്രോഡക്ട്സ് ഒക്കെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ളത് തന്നെയാണ്. ആമി അവിടെ മുഴുവനായി ഒന്ന് ചുറ്റി നോക്കി. ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. ലുക്ക്, ഈ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്. കം, ഐ വിൽ ഷോ യു. അവളോട് പറഞ്ഞുകൊണ്ട് എബി മുന്നിലേക്ക് നടന്നു. അവിടെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ കവറിൽ നിന്നും എബി ഒരു പാക്കറ്റ് പുറത്തേക്കെടുത്തു. ലുക്ക്, ഇതാണ് 100% വെജിറ്റേറിയൻ കേക്ക് മിക്സ് വിത്ത് എവറിത്തിങ് നാച്ചുറലി അഡാപ്റ്റഡ്. അവൻ അതെടുത്ത് അവളുടെ മുന്നിലേക്ക് നീക്കിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. വീഗൻ ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണെന്നാണോ?
കംപ്ലീറ്റ്ലി വെജ്, 1% പോലും ഒരു മീറ്റും യൂസ് ചെയ്തിട്ടില്ല. എബി പറഞ്ഞതും ആമി അത് തിരിച്ചും മറിച്ചും നോക്കി. കൊള്ളാമെന്ന് പറഞ്ഞു. ഹംബിൾ സ്പൈസസ് എന്ന് പറഞ്ഞ ബാനറിൽ ഇത്രയും പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് 75% സാധനങ്ങളും സക്സസ് തന്നെയാണ്. അതായത് സ്റ്റേബിളായിട്ട് മാർക്കറ്റിൽ നിന്നും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള 25% ആവറേജ് ആയിട്ടാണ് പോകുന്നത്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിലാണ്. നോ പ്രോഫിറ്റ് നോ ലോസ്, ആ ഒരു പോയിന്റ്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഓഫീസിൻ്റെ അടുത്ത ഗോൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആ 25% ഓഫ് പ്രോഡക്ട്സിൻ്റെ വിൽപ്പന കൂട്ടുക, അതുവഴി പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. എബി ഓരോന്നും കാണിച്ചു കൊടുത്ത് അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ബിസിനസ് പരമായ കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് ആമി അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുകയും ചെയ്തു. അവൾക്കതെല്ലാം കേൾക്കുന്നത് വല്ലാത്ത കൗതുകം തോന്നുന്നതായിരുന്നു. അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങളും സംസാരിച്ചങ്ങനെ ഇരുന്നപ്പോൾ പതിവ് പോലെ സമയം പോയത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നില്ല. അയ്യോ, മുത്തശ്ശി കഴിച്ചു കഴിഞ്ഞ് കാണും, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആമി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങി. എബിയും അവളുടെ കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി. മുത്തശ്ശി അപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ആമിയും എബിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും അവിടെ നിൽക്കാതെ അവരിറങ്ങി. അന്ന് മുത്തശ്ശിക്ക് ആമിയോട് പറയാൻ ഒരുപാട് കഥകളായിരുന്നു. എല്ലാം എബിയെക്കുറിച്ച് മാത്രം. വൈകിട്ട് വെറുതെ അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് മുത്തശ്ശി ഈ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നത്. അവൻ്റെ അപ്പൻ, അതായത് എൻ്റെ ഒരേ ഒരു മകൻ എബ്രഹാം, അവനാണ് ഈ ബിസിനസ് തുടങ്ങി വെച്ചത്. പക്ഷേ എല്ലാത്തിനും തുടക്കം കുറിച്ചത് എൻ്റെ കെട്ടിയവനായിരുന്നു, ജോർജ്. അതിയാനാണ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഉണക്കി ഇവിടെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഒരു കട തുടങ്ങി വിൽക്കാൻ തുടങ്ങിയത്. ഓർമ്മകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ മുത്തശ്ശി ആമിയോട് ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. അത് പിന്നീട് എബ്രഹാം ഏറ്റെടുത്തു. അവൻ അതിൽ കുറേ പുരോഗതിയൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം വലിയൊരു ബിസിനസ് ആക്കി മാറ്റി. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി അതെല്ലാം എബി നോക്കി നടത്തുന്നു. ശരിക്കു പറഞ്ഞാൽ ഇതെല്ലാം എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ആമി മുത്തശ്ശി പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിരുന്നു. അത്രയും ഉള്ളിൽ തട്ടിക്കൊണ്ടാണ് മുത്തശ്ശി ഓരോ കാര്യങ്ങളും അവളോട് പങ്കുവെക്കുന്നത്. മുത്തശ്ശിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ ഈ നിമിഷം മുത്തശ്ശി എത്രമാത്രം സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. മുത്തശ്ശി, ഇനി കുറച്ച് സമയം കിടക്ക്, ബാക്കി കഥ നമുക്ക് പിന്നെ സംസാരിക്കാം. കുറച്ചു കഴിഞ്ഞതും മുത്തശ്ശി അല്പം റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി ആമി അങ്ങനെ പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ചെറിയ മമ്മി പിന്നെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതലുള്ള കിടപ്പാണ്. അതിന് രാത്രി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോഴായിരിക്കും എഴുന്നേൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഉറങ്ങിയതും ആമി നേരെ മുകളിലേക്ക് വന്നു. കുറച്ച് സമയം ഒന്നിരുന്ന് പഠിച്ചു. അടുത്ത ആഴ്ച ഇന്റേണൽ എക്സാം ആണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ട് എഴുതാമെന്നാണ് ആമി അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വരെ പോയി എഴുതുന്നത് കുറച്ച് പ്രശ്നമായിരിക്കും. കാരണം ഈ ഒരു അവസ്ഥയിൽ മുത്തശ്ശിയെ തനിച്ചാക്കി പോകുന്നത് തന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഓൺലൈനായിട്ട് എക്സാം എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ കോളേജിൽ നിന്ന് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു. പഠിക്കുന്നതിനിടയിൽ ഒരു ഭാഗം എത്തിയപ്പോൾ അവൾക്ക് ചെറുതായൊരു ഡൗട്ട്. അത് എത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചു വായിച്ചിട്ടും ഒന്നും ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവൾക്ക് എബിയോട് ചോദിക്കാമല്ലോ എന്ന ബുദ്ധി പോയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവനോട് ചോദിച്ചാൽ മതിയെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവൻ ഫ്രീ ആകുമ്പോൾ ചോദിക്കാമെന്ന് കരുതി അതവിടെ വിട്ടു. അങ്ങനെ അന്നേരം അവനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എബി ഈ സമയമായിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന് അവൾ ഓർത്തത്. അങ്ങനെ ചിന്തിച്ച അതേ സമയം തന്നെ അവളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നിരുന്നു. നോക്കുമ്പോൾ എബിയാണ്. വരാൻ ഇനിയും അല്പം കൂടി വൈകുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുവാണ്. അവൾ ഓക്കെ എന്ന് തിരികെ മെസ്സേജ് അയച്ച് ഫോൺ മാറ്റിവെച്ചു. ആമിയുടെ പഠനവും മറ്റുമൊക്കെയായി ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ആമി ശരിക്കു പറഞ്ഞാൽ മുത്തശ്ശിയുടെ കൂടെ ഈ നാട്ടിൽ തന്നെ അങ്ങ് കൂടി. തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നോ ഹരിയുടെ വീട്ടിലേക്ക് പോകണമെന്നോ ഉള്ള ചിന്തയൊന്നും അവളിൽ അന്നേരം ഇല്ലായിരുന്നു. പവൻ ഇടയ്ക്ക് അവളെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇവൾ അങ്ങോട്ടും വിളിക്കാറുണ്ട്. കൂടുതലൊന്നും സംസാരിക്കാറില്ല. ചെറുതായി സുഖവിവരമൊക്കെ അന്വേഷിച്ച് വെക്കും. ഋഷിയൊക്കെ അന്ന് വന്ന് അങ്ങനെ പറഞ്ഞിട്ടും പവൻ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ആമിയോട് പിന്നീട് ചോദിച്ചിട്ടില്ല. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഋഷി ചോദിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവനും താല്പര്യം കാണിച്ചില്ല. കാരണം ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആമയ്ക്ക് താല്പര്യമില്ല എന്ന കാര്യം പവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ആ ഒരു കാര്യം അവളോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നതാണ് സത്യം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.